ഹലോ, ഇത് ബാബട്ടൻ, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ തോട്ടിൽ കുളിക്കാൻ വന്ന സമയത്ത് കുട്ടികൾ ഒത്തിട്ട് കളിക്കുകയാണ്. പണ്ടുള്ള കാലങ്ങളിലൊക്കെ തോട്ടിലും കുളങ്ങളിലൊക്കെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ബാബട്ടൻ ഇത് ഉണ്ടാക്കി കുട്ടികളെ നീന്താൻ പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതാ എല്ലാവരും സെറ്റപ്പ് ആക്കിയിട്ട് വെള്ളത്തിലേക്ക് വെച്ചുകൊണ്ട് കുട്ടീനെ അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ച് നല്ല വെള്ളത്തിൽ ഇങ്ങനെ നീന്തി പഠിപ്പിക്കുകയാണ് ബാബട്ടനെ. ഏതായാലും ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഈ നിറഞ്ഞു നിൽക്കുന്ന തോട്ടിൽ ഒരു ചെറിയ കവുങ്ങിൻ്റെ പാലമൊക്കെ ഉണ്ട്. ഇവിടെ കൂടുതൽ ആളുകൾ വന്നിട്ട് കുളിക്കുന്ന സ്ഥലമാണ്. നല്ല തെളിഞ്ഞ വെള്ളമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ മോശമാവും. ഇപ്പോൾ കുട്ടികളിതാ വളരെ ഹാപ്പി ആയിട്ട് കൊണ്ട് ബാബട്ടനൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബട്ടന് ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയാണ്. അതിലുപരി നല്ലൊരു കർഷകനും കൂടെയാണ്. അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ കുട്ടികളൊരു ബഹളമാണ്. നല്ലപോലെ കുട്ടികൾ വരാണ്ട് കുളിക്കാനൊക്കെ. അപ്പോൾ ഇന്നത്തെ അവരെ പരിപാടി കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ സൈഡാക്കിക്കൊണ്ട് ബാബട്ടൻ കയറിയിട്ടുണ്ട്. ബാബട്ടൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വയൽ. ആ വയലേക്ക് വാഴക്കുല വെട്ടാൻ പോവാണ്. അവിടെ വെട്ടി അവിടെ കൊണ്ടുവച്ചിരുന്നു. അപ്പോൾ അതാ ബാബട്ടന് വാഴക്കുലൊക്കെ എടുത്ത് വരുന്നുണ്ട്. ഈ കവുങ്ങിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നല്ലൊരു നൊസ്റ്റാൾജിയാണ്. അതിലുപരി നല്ല പേടിയുമാണ്. സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെ ഇങ്ങനത്തെ ഒരു കവുങ്ങിൻ്റെ പാലുണ്ടായിരുന്നു. അത് ക്രോസ് ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. നല്ല രസമാണ്. ഏതായാലും നടുവിലെത്തുമ്പോൾ പാലത്തിൻ്റെ ആ ഇളക്കം കൊണ്ട് നല്ല പേടിയൊക്കെ ഉണ്ടാവും. ഇദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും കൂടെയാണ്. അപ്പോൾ ഇതിനിടെ നാടിനെക്കുറിച്ച് ഒരു ബുക്ക് എഴുതിയിട്ട് ജനപ്രീതി നേടിയ ഒരു ആളാണ്.